ഉന്നാവ് ബലാത്സംഗ കേസിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. കുൽദീപ് സെംഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് കൂടുതൽ വാദത്തിലേക്ക് കടക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിൽ തീപിടുത്തം. 2 കോച്ചുകളിലാണ് തീപിടിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് ഉടനെ തന്നെ ട്രെയിൻ നിർത്തി യാത്രക്കാരെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കി. പ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിൽ. തമിഴ്നാട് തെങ്കാശിയിൽ നിന്ന് വാഹന പരിശോധനയ്ക്കിടെയാണ് ബാലമുരുകൻ പിടിയിലായത്. 5 കൊലപാതകങ്ങളടക്കം 53 കേസുകളുടെ പ്രതിയാണ് ബാലമുരുകൻ. MLA ഹോസ്റ്റലിൽ മുറിയുണ്ടെന്ന് കൗഡിയാർ കൗൺസിലർ KA ശബരിനാഥിന്റെ പരാമർശത്തിന് മറുപടിയുമായി VK പ്രശാന്ത്. BJP അവരുടെ അജണ്ട നടപ്പിലാക്കുമ്പോൾ MLA ആയിരുന്ന ശബരിനാഥിനെ പോലെ ഒരാൾ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും VK പ്രശാന്ത് ആരോപിച്ചു. എഡ്യൂടെക് കമ്പനിയായ സൈലം ലേണിംഗ് ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സൈലം അവാർഡ്സിന്റെ 4ാം എഡിഷൻ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്നു. പരിപാടിയിൽ 10,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 2,500-ലധികം പേർക്ക് ആദരവ് ലഭിച്ചു. സൈലം CEO ഡോക്ടർ S അനന്തു, സൈലം ഡയറക്ടർമാരായ ലിജീഷ് കുമാർ, വിനേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൂടാതെ ആസിഫ് അലി, ബേസിൽ ജോസഫ്, അനാർക്കലി മരക്കാർ തുടങ്ങിയ വിവിധ സിനിമ, സോഷ്യൽ മീഡിയ താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ മരണം കൊലപാതകം. കഴുത്തിനേറ്റ് പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ അമ്മയും ആൺസുഹൃത്തും ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാർ റിമാൻഡിൽ. ഈ മാസം 12 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം LDFന് തിരിച്ചടിയായിട്ടില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. LDFന് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം കോതമംഗലത്ത് കർഷകന് നേരെ കാട്ടാനാക്രമണം. പരിക്കേറ്റ സതീശനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ സതീശന്റെ തലയ്ക്കും കാലിനും പരിക്കേറ്റിരുന്നു.